ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി പഴയ മോഡലാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് സെൽഫൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ സെൽഫൊന്നും അടിക്കേണ്ടായിരുന്നില്ല. അതുപോലെ കിക്കർ അടിച്ച് കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ട് ആവേണ്ടായിരുന്നില്ല. ഒന്ന് സ്റ്റാർട്ടാവും, അപ്പോൾ തന്നെ ഓഫായി പോകും. നമ്മളിവിടെ വന്നിട്ട് വേറൊരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഓടിച്ച് നോക്കിയിരുന്നു. നിലവിൽ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാർബറേറ്റർ അയക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ബാറ്ററി ആയിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം കാണിച്ചിരുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയണം. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു ആ സെൽഫൊന്നും വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്തിട്ട് റിപ്പീറ്റ് ഈ കംപ്ലൈൻറ്റ് തന്നെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരും. ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ലോക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു. അത് സീറ്റ് ക്യാച്ചറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് ഈ ക്യാച്ചറും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് ഒരു സൈഡ് തിരിക്കുമ്പോൾ വീല് ജാമായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ വീൽ ബെയറിങ് പോയിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് ആ ടൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ വീൽ ബെയറിങ് കൂടി ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും വർക്ക്. പിന്നെ അതുപോലെ കിക്കർ അടിക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിരുന്നു കിക്കർ. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ കിക്കറിൻ്റെ ഭാഗം കൂടി ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിക്കറിൻ്റെ ഈ ഒരു ബില്ലിങ്ങാണ് നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ബെൽറ്റൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ക്രാക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ ഓട്ടമൊന്നുമില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മാറ്റണ്ട. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റ് കൂടി മാറ്റിക്കളയുന്നതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ ആ ബെൽറ്റ് മാറ്റണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കിയുള്ള വർക്ക് അതിൻ്റെ വരുന്ന ഒരു എസ്റ്റിമേറ്റും കൂടിയും പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.